വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാത്രി കുഞ്ഞിനെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് ഉറക്കമെണീറ്റത്. നോക്കുമ്പോൾ ആള് കണ്ണൊക്കെ മുറുകെ ചിമ്മി നല്ല കരച്ചിലാണ്. അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ദക്ഷു എണീറ്റു. കരയുന്നതിനൊപ്പം കുഞ്ഞു ദേഹം വല്ലാതെ വിറക്കുന്നത് കണ്ട് ആളെ പൊതിഞ്ഞു പിടിച്ച് കരച്ചിലെടുക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞിന് കരച്ചിൽ നിർത്തിയില്ല. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം കുഞ്ഞിനെ ഉറങ്ങിയെന്ന് കണ്ടതും ബെഡിൽ കിടത്തിയതും വീണ്ടും എണീറ്റ് പൂർവാധിക ശക്തിയോടെ കരച്ചിൽ തുടങ്ങി. പിന്നീട് അങ്ങനെ തന്നെയായിരുന്നു. കിടത്തിയാലാണ് എനിക്ക് കരച്ചിൽ തുടങ്ങി. അന്ന് പുലരുവോളം താനും ദക്ഷും കുഞ്ഞിനെ മാറി മാറി എടുത്തുകൊണ്ട് നടന്നു. പിന്നെ ശരിക്കും ഉറങ്ങിയെന്ന് മനസ്സിലായതും കുഞ്ഞിനെ തൊട്ടിലിട്ട് ബെഡിൽ വന്ന് കിടന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് കൊണ്ട് കിടന്ന പാടെ ഉറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് രാവിലെ എണീക്കാൻ പതിവിലും ഇത്തിരി വൈകിയിരുന്നു. എണീറ്റതും തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി തൻ്റെ അരികിൽ കിടക്കുന്ന ദക്ഷിണെ ശരിക്കും പുതപ്പിച്ച് വേഗം ഫ്രഷായി വന്ന് കിച്ചണിൽ പോയി കുഞ്ഞിനുള്ള പാല് തിളപ്പിച്ച് മാറ്റി കാപ്പിക്കുള്ള വെള്ളവും വെച്ചപ്പോഴാണ് റൂമിൽ നിന്ന് ദക്ഷിണ വിളി വന്നു. സ്റ്റവ് ഓഫ് ചെയ്ത് റൂമിലേക്ക് ചെന്നപ്പോഴാണ് കുഞ്ഞിനെ തോളിലിട്ട് നിൽക്കുന്ന ദക്ഷിണെ കണ്ടത്. എടി, കുഞ്ഞിനെ നന്നായി പനിക്കുന്നുണ്ട്. ദക്ഷി പറഞ്ഞത് കേട്ട് കുഞ്ഞിനെ പോയി തൊട്ട് നോക്കിയത് നല്ല ചൂടുണ്ടായിരുന്നു. മരുന്ന് കൊടുക്കാം, കുറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകാം. ഒരുവിധം കുഞ്ഞിന് മരുന്ന് കൊടുത്ത് പാല് ഫീഡിംഗ് ബോട്ടിലാക്കി കൊടുത്തു. ആദ്യം ആൾ കുടിക്കാൻ മടിച്ചുവെങ്കിലും പിന്നെ പതിയെ കുറച്ച് കുടിച്ചതും വേഗം തന്നെ ആ കുടിച്ച പാലൊക്കെ ഛർദ്ദിച്ചു. ഒപ്പം കുഞ്ഞിന് വാടിക്കൊണ്ട് കണ്ണ് മേലോട്ട് മറിഞ്ഞ് തോളിലേക്ക് ചാഞ്ഞതും പിന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. ഏയ്, പേടിക്കാനൊന്നുമില്ല, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതാ. പിന്നെ കുഞ്ഞിന് പോഷകക്കുറവ് കാണുന്നുണ്ട്. ഇവ ഫീഡ് ചെയ്യാറില്ലേ? ഇല്ല. അതെന്താ നിർത്തിയത്? കുഞ്ഞിന് 1.5 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പൊതുവെ 3.5 വയസ്സ് വരെ ശരിക്കും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യേണ്ട പീരീഡാണ്. ഡോക്ടറുടെ ചോദ്യം കേടുന്ന ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഓ, ഐ എം സോറി. ഇപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ഇനിയും ആൾക്ക് ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പാലുകൂടി കിട്ടാതെ വളർന്നത് കൊണ്ട് തന്നെ പ്രതിരോധ ശേഷിയൊക്കെ കുറവാണ്. അതുകൊണ്ട് മാക്സിമം നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. ഒരാഴ്ചക്കുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കാണിക്കണേ. ട്രിപ്പ് കഴിഞ്ഞാൽ പോകാം. അതും പറഞ്ഞ് ഡോക്ടർ പോയതും വാടി തളർന്ന് ബെഡിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അരികിൽ പോയിരുന്ന് പതിയെ ആ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി കുഞ്ഞു നെറ്റിയിൽ ചുണ്ട് ചേർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പുറത്തേന്ന് ഉച്ചത്തേക്കുള്ള ഫുഡും വാങ്ങിയിട്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചത്. രാത്രി ആഴപ്പോഴേക്ക് മരുന്നിൻ്റെ ഫലം കൊണ്ട് കുഞ്ഞിൻ്റെ പനി ഇത്തിരി കുറഞ്ഞിരുന്നു. എന്നാൽ ക്ഷീണം കാരണം ഇപ്പോഴും ഉറക്കം തന്നെയായിരുന്നു. എന്താണ്, ഉറക്കൊന്നുമില്ലേ? ജനൽവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു അതും ചോദിച്ച് ദക്ഷി തൻ്റെ പിന്നിലൂടെ വന്ന് പുണർന്നത്. എന്താടി ഇതൊക്കെ കാര്യമായിട്ട് ആലോചിക്കുന്നത്? ദക്ഷ്, എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കണം. വാട്ട്? നിനക്കെന്താടി ഭ്രാന്തായോ? പ്രസവിക്കാതെ എങ്ങനെയാണ് നീ പാല് കൊടുക്കുന്നത്? അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ദക്ഷ്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അഡോപ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇത് റിസ്ക്കാണ്. ശരീരത്തിൽ ചില ഹോർമോൺ ഉണ്ടാക്കുന്ന മരുന്ന് കഴിക്കുക. ഡെബിരിഡോണും ഗ്ലൈനും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകളിൽ പാൽ ഉത്തേജിപ്പിക്കാൻ വളരെ സഹായിക്കുന്നു. അതുകൂടാതെ പമ്പിങ് ആരംഭിക്കും. ഇത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ സഹായിക്കും. ഇത് വേണ്ട കാശി. വേണം ദക്ഷ്. കാശി, നീ പറഞ്ഞത് ശരിയായിരിക്കാം. എന്നാലും ഇതൊക്കെ റിസ്ക് അല്ലേ? പൂർണ്ണ മനസ്സോടെയാണ് ഞാനിത് തയ്യാറായിരുന്നതെങ്കിൽ ഇതിലൊരു റിസ്ക്കും ഇല്ല. കാശി, നീ വാശികളാ. വാശിയല്ല ദക്ഷ്, ഞാൻ തീരുമാനിച്ചു. നീ എന്നെ പിന്തിരിപ്പിക്കണ്ട. ദക്ഷ ആദ്യം മുടക്കുന്നുണ്ടെങ്കിലും അവസാനം തൻ്റെ വാശിക്ക് മുന്നിൽ അവൻ സമ്മതിച്ചിരുന്നു. കുഞ്ഞിന് പനി പൂർണ്ണമായ അന്ന് തന്നെ തൻ്റെ പരിചയത്തിലുള്ള നല്ല ഡോക്ടറെ പോയി കണ്ട് കാര്യം പറഞ്ഞു. ആദ്യം അവർ വിധത്തിൽ റിസ്ക് ആണെന്ന് പറഞ്ഞുവെങ്കിലും പിന്മാറാൻ തയ്യാറായില്ലായിരുന്നു. അങ്ങനെ തൻ്റെയും ദക്ഷിൻ്റെയും പൂർണ്ണ സമ്മതത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഇതറിഞ്ഞ് പലരും തന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ മുഖം ആലോചിക്കുമ്പോൾ ആദ്യമായി അവൻ തൻ്റെ മാറിൽ പരത്തി പാലിന് വേണ്ടി വാശി പിടിച്ച് കരുതി ആലോചിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കും. തൻ്റെയും ദക്ഷിൻ്റെയും വീട്ടുകാർ ഇതറിഞ്ഞപ്പോൾ കൂടെ നിൽക്കുകയല്ലാതെ മാർക്കൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് തൻ്റെയും ദക്ഷിൻ്റെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കടന്നു പോയതും തങ്ങൾ 3 പേരും മാത്രം കൂടി ചെറിയൊരു കേക്ക് കട്ടിങ്ങും ക്ഷേത്രത്തിൽ പോകും കുഞ്ഞൊരു ട്രിപ്പ് പോകലുടെയും അധികം ആരെയും വിളിച്ച് ആഘോഷിക്കാതെ അതിലൊതുക്കി. ട്രീറ്റ്മെൻറ്റിന് ശേഷം തൻ്റെ മാരണങ്ങൾ കുഞ്ഞിന് വേണ്ടി ചുരുത്തി തുടങ്ങിയതും ആദ്യമായി തൻ്റെ മാറിൽ നിന്നും പാലിൽ വിളിച്ചറിഞ്ഞ് കണ്ണു വിടർത്തി നോക്കിയ കുഞ്ഞിനെ കണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദക്ഷിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തൂക്കിയിരുന്നു. പാല് കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു. പലരും പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും ഇങ്ങനെയൊരു നിമിഷം താൻ സ്വപ്നം കണ്ടിരുന്നു. ഈ നിമിഷം തനിക്ക് തൻ്റെ ലോകം കൈപ്പിടിയിൽ ഒതുക്കിയ സന്തോഷമായിരുന്നു.
അങ്ങനെ തൻ്റെ കുഞ്ഞും അമിഞ്ഞ പാലിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകൾ ഷോൾഡറിൽ തുടച്ച് പുറത്തേക്ക് പോകുന്ന ദക്ഷിണെ നോക്കി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ അറിഞ്ഞിരുന്നു ദക്ഷിൻ്റെ ഉള്ളിൽ ഇത്രയും കാലത്ത് ആദ്യം ഇല്ലാതാകുന്നു. എല്ലാം ആലോചിക്കും തോറും പലരെയും പച്ചക്ക് കത്തിക്കാനുള്ള ആഗ്രഹവും ഉള്ളിൽ കൂടി. ദിവസങ്ങൾ വീണ്ടും പോയി മറിഞ്ഞു. അമ്മൂട്ടിനെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് മുൻപ് മാറ്റി നിർത്തിയ പല ഭക്ഷണങ്ങളും തനിക്കിപ്പോൾ കഴിക്കേണ്ടി വന്നിരുന്നു. ലക്ഷ്മി അമ്മ വിളിച്ചപ്പോൾ ഇലക്കറികൾ പാലുണ്ടാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞതും അന്ന് തന്നെ ദക്ഷി എവിടെ നിന്നോ കുറെ മുരിങ്ങയും ചീരയൊക്കെ കൊണ്ടുവന്ന് തന്നു. അമ്പൂട്ടിനാണെങ്കിൽ ഇപ്പോൾ കുരുത്തക്കേടിൻ്റെയും കുറുമ്പിൻ്റെയൊക്കെ ഹോൾസെയിൽ ഡീലറാണ്. കൂട്ടിനൊരു പൂപ്പിയും. എന്ത് പണിയാണെങ്കിലും ഒരു കണ്ണ് ആ കുറുമ്പൻ്റെ മേലിൽ നിർബന്ധമായും വേണം, ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒപ്പിച്ചു വെക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കുഞ്ഞിൻ്റെ 2ാം വയസ്സിൻ്റെ പിറന്നാളാണ്. ഉച്ചയ്ക്ക് നാടിൽ നിന്ന് എല്ലാവരും എത്തും. ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രസാദം വാങ്ങി വീട്ടിലേക്ക് ഇറങ്ങിനാണ്. തൊഴുത് കഴിഞ്ഞ ഉടനെ ദക്ഷി കേക്കിനുള്ള ഓർഡർ കൊടുത്ത് ടൗണിലേക്ക് പോയിരുന്നു. പ്രസാദം വാങ്ങി ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും നടക്കാനുള്ള ദൂരമുള്ളത് കൊണ്ട് കുഞ്ഞിനെയും വിട്ട് വീട്ടിലേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ കാണുന്ന ഓരോന്നിനെയും കുറിച്ച് മാള് ഫുള്ള് സംശയങ്ങളാണ്. അതെന്താ, ഇതെന്താ, ആളുടെ ചോദ്യങ്ങളെല്ലാം ശരിക്കും ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ ക്ലിയർ ആകുന്നവരെ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കും. കുഞ്ഞൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾക്കും ഉത്തരം നൽകി മുന്നോട്ട് നടക്കുമ്പോഴാണ് കാറിൽ ചാരി നിൽക്കുന്ന ഹർഷേനെ കണ്ടത്. ശരിക്കും ആളുടെ കോലം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. താടിയും മുടിയൊക്കെ വളർന്ന് ആകെ തിരിച്ചറിയാൻ പറ്റാത്ത കോലായിരുന്നു. തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ആകെ അസ്വസ്ഥത തോന്നി കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ആരുമില്ലാത്തൊരു ഉള്ളേരി ആയതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത അകാരണമായ ഭയം ഉള്ളിൽ നിറഞ്ഞു. ഉള്ളിലെ ഭയം ഇരട്ടിയാക്കാൻ എന്നവണ്ണം ആളുടെ അടുത്തെത്തിയപ്പോൾ മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന മദ്യത്തിൻ്റെ മണം കൂടി വന്നതും കുഞ്ഞിനെയും മുറുകെ പിടിച്ച് നടന്നതും കയ്യിൽ പിടിപിടിഞ്ഞു. എന്താ ഹർഷേട്ടാ ഇത്? കയ്യിന്ന് വിട്, എനിക്ക് പോണം. തൻ്റെ കയ്യിൽ മുറുകയുടെ കൈ കണ്ട് ഉള്ളിലെ ദേഷ്യം മടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു. വൈക, നീ എൻ്റെ കൂടെ വാ, നമുക്ക് പോകാം. നീ സ്നേഹിച്ചത് എന്നെയല്ലായിരുന്നു. വാ വൈക, നമുക്ക് ഇവിടുന്ന് പോകാം. നിന്റെ ഹർഷേട്ടനല്ലേ വിളിക്കുന്നത്? ഒരു ഭ്രാന്തനെ പോലെ തൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് ഹർഷൻ പറഞ്ഞത് കേട്ട് ഉള്ളാൽ ഒറ്റക്ക് പോരാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചു. എന്തൊക്കെയാ ഹർഷേട്ടാ ഈ പറയുന്നത്? നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? എൻ്റെ ഉള്ളിലിപ്പോൾ നിങ്ങളോടൊരു തരി സ്നേഹം പോലും ഇല്ല. തന്നെ കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ആളുടെ കൈ കുടഞ്ഞെറിയാൻ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. എല്ലാം കണ്ട് പേടിച്ച കുഞ്ഞൻ തൻ്റെ കയ്യിൽ കിടന്ന് കരയുന്നുണ്ട്. നീ കള്ളം പറയാണ്. ഇപ്പോഴും നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. അത് മതി എനിക്ക്. ഇനി നിന്നെ വേദനിപ്പിക്കാതെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഒന്ന് നിർത്ത് ഹർഷേട്ടാ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ആ കാര്യത്തിൽ ഞാൻ എന്തിനു കള്ളം പറയണം? മേലിനി ഇതും പറഞ്ഞ് വരരുത്. ഇപ്പം എനിക്ക് നല്ലൊരു ജീവിതമുണ്ട്. ദേഷ്യത്തിൽ ആളുടെ കൈക്കുള്ളിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. ഇതാണോ വൈക നല്ല ജീവിതം? ഇങ്ങനെ കണ്ടവരുടെ കൊച്ചിനെ നോക്കി തീരേണ്ടതാണോ? ഹർഷേട്ടാ, ഇതെന്റെ കുഞ്ഞാ. നാവിനെല്ലെന്ന് കരുതി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ ഈ വൈകാശി ആരാണെന്ന് അറിയും നിങ്ങൾ? ദേഷ്യത്തിൽ ഹർഷേട്ടൻ നേരെ ചീറിക്കൊണ്ട് പറഞ്ഞതും പെട്ടെന്നാണ് ആളുടെ ഭാവം മാറിയത്. ഈ കുഞ്ഞു കാരണല്ലേ നിനക്ക് പിന്നെ വേണ്ടാത്തത്? അങ്ങനെ നീ എൻ്റെ കൂടെ അല്ലാതെ സന്തോഷത്തോടെ ജീവിക്കേണ്ട വൈക, അതെനിക്ക് സഹിക്കില്ല. ആളുടെ ഭാവം കണ്ട് നെടുങ്ങിപ്പോയി. പതിയെ കുഞ്ഞിനെയും കൊണ്ട് പിറകിലേക്ക് ചുവട് വെച്ചതും ആൾ തൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിരുന്നു. വേണ്ട ഹർഷേട്ടാ, കുഞ്ഞിനെ വിട്. തൻ്റെ കഴുത്തിൽ ഇറുകെ പിടിച്ച് കരയുന്ന കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഹർഷേട്ടനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും വല്ലാത്തൊരു ഭാവത്തോടെ തൻ്റെ തോളിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെടുത്ത് കൈക്കലാക്കിയതും പേടിയോടെ ഹർഷേട്ടനെ നോക്കി. ഹർഷേട്ടാ, കുഞ്ഞിനൊന്നും ചെയ്യല്ലേ, അവനിക്ക് തന്നേക്ക് പ്ലീസ്. ഇല്ല വൈക, ഈ കുഞ്ഞിന് നിനക്ക് വേണ്ട. ഈ കുഞ്ഞാ നീ എനിക്ക് എടുത്താനുള്ള തടസ്സം. ആ തടസ്സം ഞാൻ ഇന്നത്തോടെ നീക്കും. അത് പറഞ്ഞ് ഹർഷേട്ടൻ പേടിച്ച് കരയുന്ന കുഞ്ഞിനെ ഒരു ദയയുമില്ലാതെ റോഡിലേക്ക് എറിഞ്ഞതും ഭൂമി പിളരുന്നത് പോലെ തോന്നി അലറിക്കൊണ്ട് മുന്നോട്ട് ഓടാൻ തുടങ്ങിയതും അതിനു മുമ്പായി ഹർഷേട്ടന് തന്നെ പിടിച്ച് വലിച്ച് കാറിലേക്ക് തിരിഞ്ഞു. കാറിന്റെ ഡോറടക്കാൻ നിൽക്കുന്ന ഹർഷേട്ടനെ തള്ളി മാറ്റി വേഗം കാറിൽ നിന്ന് ഇറങ്ങി തൻ്റെ അടുത്തേക്ക് വന്ന ഹർഷേട്ടന്റെ കവിളിലിട്ടൊന്ന് പൊടിച്ച് അവിടുന്ന് ഓടാൻ നിന്നതും അതിനു മുമ്പായി തൻ്റെ മുടിക്കുത്തിൽ അയാൾ കൈകൾ മുറുകിയിരുന്നു. പെട്ടെന്നാണ് ഹർഷേട്ടന്റെ നെഞ്ചിൽ ആരുടെയോ കാല് പതിഞ്ഞത്. തെറിച്ചു വീണ ഹർഷേട്ടനോടൊപ്പം വീഴാൻ പോയെങ്കിലും ഒരുവിധം വീഴാതെ കാറിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു. മുന്നോട്ട് നോക്കിയതും കാണുന്നത് ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ട് നിൽക്കുന്ന ദക്ഷിണയാണ്. അവൻ്റെ കൈകളിൽ ഒരു പോറലും മോൽക്കാതിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് തീയിൽ നിന്നും വെള്ളത്തിലിട്ട പോലെ ആശ്വാസം തോന്നി. പിടിക്ക്. തൻ്റെ നേരെ കുഞ്ഞിനെ നീട്ടിക്കൊണ്ട് ദക്ഷു പറഞ്ഞതും വേഗം വാങ്ങിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞു മുഖമെല്ലാം ചുംബനങ്ങൾ കൊണ്ട് മൂടിയതും കുഞ്ഞാപ്പി കഴുത്തിലൂടെ കൈകൾ ചുറ്റി തോളിലേക്ക് തലവെച്ച് കിടന്നു.
കാശിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്ത് ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി ദക്ഷ ഹർഷന്റെ അടുത്തേക്ക് നടന്ന് നിലത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന ഹർഷനെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് എണീപ്പിച്ച് ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി അയാളുടെ മൂക്കിനിട്ട് പഞ്ച് ചെയ്തതും മൂക്ക് പൊട്ടി രക്തം കിരിയാൻ തുടങ്ങിയിരുന്നു. താൻ വന്ന് കുഞ്ഞിനെ പിടിച്ചില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിക്കും തോറും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. ഒപ്പം കാശിയുടെ മുടിക്കുത്തിൽ പിടിച്ചു നിൽക്കുന്നതും എല്ലാം കൂടി പൊട്ടി വന്ന് ദേഷ്യം തന്റെ കലി അടങ്ങുന്നത് വരെ ഹർഷനായിട്ട് പൊതിരെ തല്ലി തീർത്തു. ദക്ഷ ഹർഷേട്ടനായിട്ട് തല്ലുന്നത് കണ്ട് കുഞ്ഞിന് അത് ഇഷ്ടപ്പെട്ട പോലെ കൈകൾ കൂടി ചിരിക്കുന്നുണ്ട്. ഇനിയും തല്ലിയ അയാൾ ചത്തുപോകുന്നു മനസ്സിലായതും വേഗം ദക്ഷന്റെ അരികിലേക്ക് നടന്നു. വേണ്ട ദക്ഷ, ഇയാളെ കൊല്ലണ്ട, ഇയാൾ ജീവിക്കണം. ദക്ഷന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞ ഹർഷേട്ടന്റെ അടുത്തായിരുന്നു. നിങ്ങളെ കൊല്ലാതെ വിട്ടത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ഒന്നുമല്ല. എന്റെ കുഞ്ഞിനെ നേരെ നിങ്ങളുടെ കൈ നീണ്ടതോടെ നിങ്ങളെ കൊത്തിയെറിഞ്ഞ് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ കൊല്ലില്ല നിങ്ങളെ, ജീവിക്കണം നിങ്ങൾ. നിങ്ങളുടെ സ്വാർത്ഥത കാരണം എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടത് ഞാനായിരുന്നു. അതിനുള്ള പ്രതിഫലമായിട്ട് നിങ്ങൾ ഈ ഒടിഞ്ഞ ശരീരവുമായിട്ട് ജീവിക്കണം. അവജ്ഞതയോട് അതും പറഞ്ഞ് ദക്ഷന്റെ അടുത്തേക്ക് നടന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുന്നാര മോളെ, ഞാൻ വരാന്ന്. ഞാൻ വന്നില്ലെങ്കിൽ എന്തായിരുന്നടി എന്റെ കുഞ്ഞ്. അമ്പൂട്ടന്റെ തലയിൽ തലോടി ദക്ഷ പറഞ്ഞത് കേട്ട് തലതായിട്ട് നിന്നു. അവിടെ തന്നെ നിൽക്കാതെ വന്ന് കയറടി. ദക്ഷ പറഞ്ഞത് കേട്ട് അവനെ ഒന്ന് ചുണ്ട് കുറിപ്പിച്ച് നോക്കി കുഞ്ഞിനെ വാങ്ങിയെടുത്ത് ബുള്ളറ്റിന്റെ പിറകിൽ കയറിയിരുന്നു. സോറി, ഇനി ഇങ്ങനെ മസിൽ പിടിച്ച് ഇരിക്കല്ലേ, എനിക്കൊരു അബദ്ധം പറ്റി, ക്ഷമിച്ച് കാളാ. ദക്ഷന്റെ വായിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരുന്ന് ചെവിക്കരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും കനത്തിലൊന്ന് മൂളിയതും പതിയാ ചെവിത്തുമ്പ് കടിച്ചു വിട്ട് ആ തോളിലേക്ക് തല ചായച്ചു വെച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരുന്നു.